സന്നിധാനത്തെ വെടിവെപ്പ് കേന്ദ്രത്തിലെ മാലിന്യം നീക്കം ചെയ്യാതിരുന്ന ദേവസ്വം ബോർഡ് നടപടിയെ വിമർശിച്ച് ഹൈക്കോടതി 15-ാം തീയതി മുതൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങിയിട്ടും 27-നാണോ വൃത്തിയാക്കിയതെന്ന് കോടതിയുടെ ചോദ്യം. 15-ന് വെടിവെപ്പ് കേന്ദ്രത്തിൽ മാലിന്യം ഉണ്ടായിരുന്നെങ്കിൽ ഗൗരവകരമെന്നും കോടതി നിരീക്ഷിച്ചു. ജനം ഇംപാക്ട്. സന്നിധാനത്തെ വെടിവെപ്പ് കേന്ദ്രത്തിൽ മാലിന്യം നിറഞ്ഞ വാർത്ത ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇടപെട്ട ഹൈക്കോടതി എക്സിക്യൂട്ടീവ് ഓഫീസറോടും സ്പെഷ്യൽ കമ്മീഷണറോടും റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്ന് വിഷയം പരിഗണിക്കവേ ഏത് ദിവസമാണ് വെടിവെപ്പ് കേന്ദ്രം വൃത്തിയാക്കിയതെന്നായിരുന്നു ഹൈക്കോടതിയുടെ ആദ്യ ചോദ്യം. ചാനലുകളിൽ വാർത്തകൾ വരുന്നതിന് മുൻപ് തന്നെ വൃത്തിയാക്കിയിരുന്നുവെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ മറുപടി നൽകി. 15-ാം തീയതി മുതൽ ഭക്തർ എത്തിത്തുടങ്ങിയെന്നും 27-നാണ് വെടിവെപ്പ് കേന്ദ്രം വൃത്തിയാക്കിയതെങ്കിൽ ഗൗരവകരമായ വിഷയമാണെന്നും കോടതി ദേവസ്വം ബോർഡിനെ വിമർശിച്ചുകൊണ്ട് വ്യക്തമാക്കി. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ദേവസ്വം ബോർഡിന്റേത് ലാഘവത്തോടെയുള്ള സമീപനമായിരുന്നുവെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കിടന്നിരുന്ന സ്ഥലത്ത് ഭക്തർക്ക് വിരിവെക്കേണ്ടി വന്നിരുന്നു. ഭക്തർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെട്ടപ്പോഴും വലിയ വീഴ്ചയായിരുന്നു അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ജനം, കൊച്ചി.